വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനമായിട്ട് ഹ്യൂമൻ്റെ ആണ്, എങ്കിലും ചില ലോവർ ആനിമൽസിൻ്റെ കേസിൽ ബോഡി ഫ്ലൂയിഡ്സിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. എങ്കിലും നമ്മുടെ ഹ്യൂമൻ്റെ ബോഡിയിലെ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ്, ആ ഫ്ലൂയിഡ് എങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്, സർക്കുലേറ്ററി സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കമ്പോണൻസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം, അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ, ഹാർട്ടിൽ കൂടെ എങ്ങനെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നു, ദെൻ നമുക്ക് ടൈപ്സ് ഓഫ് വെസൽസ്, ഈ ഒരു കണ്ടക്ഷൻ പാത്തേക്ക് ഈ ഫ്ലൂയിഡ് കണ്ടക്ഷൻ നമ്മുടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകാൻ വേണ്ടിയിട്ട് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്ന ബ്ലഡ് വെസൽസുകൾ. അപ്പോൾ പിന്നെ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള ഡിസീസസ്, സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡിസീസുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. ടോപ്പിക്ക് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. അപ്പോൾ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ എന്ത് വിളിക്കും? മറ്റൊരു പേരാണ് കാർഡിയോ വാസ്കുലാർ സിസ്റ്റം. എന്താ പറയുക? കാർഡിയോ വാസ്കുലാർ സിസ്റ്റം. കാർഡിയോ എന്ന് പറഞ്ഞ വേർഡ് റിലേറ്റഡ് ടു എന്താണ്? ഹാർട്ട്. കാർഡിയോ എന്ന് പറഞ്ഞ വേർഡ് റിലേറ്റഡ് ടു ഹാർട്ട് എന്നാണ് അല്ലേ? കാർഡിയോ വാസ്കുലാർ സിസ്റ്റം. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ, കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താ? ടു സർക്കുലേറ്റ് ദ ബോഡി ഫ്ലൂയിഡ്സ് ടു ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസസ് ത്രൂ ഔട്ട് ദ ബോഡി. നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള മെറ്റീരിയൽസ്, സബ്സ്റ്റൻസുകൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ആഹാരം കഴിച്ച് നമുക്കറിയാം ഡൈജഷൻ കഴിഞ്ഞു, ബ്രേക്ക് ഡൗൺ പ്രോഡക്റ്റ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്ത് ആ ബ്രേക്ക് ഡൗൺ പ്രോഡക്റ്റ് എല്ലാം എല്ലാ സെൽസിലേക്കും എല്ലാ ടിഷ്യൂസിലേക്കും പോകണം. എങ്കിലേ അവിടെ ആക്റ്റീവായിട്ട് സെല്ലുലാർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ആ ന്യൂട്രിയൻസിനെ എല്ലാം എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് ചെയ്യണം. അവർക്ക് എവിടെയാണോ യൂസപ്പ് ആവുന്നത്, എവിടെയാണോ അത് ഉപയോഗിക്കപ്പെടേണ്ടത്, ആ സ്ഥലത്തേക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇനി സെല്ലുലാർ ആക്ടിവിറ്റി, മെറ്റബോളിസം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനുകളെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയുക? മെറ്റബോളിസം എന്ന് പറഞ്ഞ വേർഡ് കൊണ്ട് എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനും, ശരീരത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെ സൂചിപ്പിക്കുന്ന വേർഡാണ് എന്താ? മെറ്റബോളിസം അല്ലേ? മെറ്റബോളിസം. ഈ മെറ്റബോളിസത്തിന്റെ ഫലമായിട്ട് ശരീരത്തിൽ ഒരുപാട് വേസ്റ്റുകൾ, അതായത് പ്രധാനപ്പെട്ട പ്രോഡക്റ്റിനോടൊപ്പം ഓരോ കെമിക്കൽ റിയാക്ഷന്റെ റിസൾട്ടായിട്ട് നമുക്ക് ഓരോ പ്രോഡക്റ്റുകൾ കിട്ടും, ഓരോ സബ്സ്റ്റൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അതിനോട് എലോങ് വിത്ത് ദീസ് പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും? ചില അൺവാണ്ടഡ് പ്രോഡക്റ്റുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. അതിന് നമ്മൾ പറയും വേസ്റ്റ് അല്ലെ? മെറ്റബോളിക് വേസ്റ്റുകൾ എന്ന് പറയും, മെറ്റബോളിക് വേസ്റ്റുകൾ. അപ്പോൾ ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെറ്റബോളിക് വേസ്റ്റ് എന്താണ്? ടു ഗെറ്റ് റിഡ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യണം? അതിനെ എക്സ്പെൽ ചെയ്ത് പുറത്ത് കളയണം. അപ്പം അത് എക്സ്പെൽ ചെയ്ത് എവിടെയാണോ റിലീസ് ചെയ്യുന്ന ആ ഒരു സൈറ്റ് ഓഫ് എക്സ്ക്രീറ്ററി സൈറ്റിലേക്ക് അവയും ട്രാൻസ്പോർട്ട് ചെയ്യണം. നമ്മുടെ ശരീരത്തിലേക്ക്, ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്ന ഹോർമോണുകൾ ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ ഇനിയിപ്പോൾ ഒരു മെഡിസിൻ എടുക്കുകയാണെങ്കിൽ, ഡ്രഗ്സ് അല്ലെങ്കിൽ ആ ഒരു മരുന്ന്, അതും സർക്കുലേറ്റ് ചെയ്ത് എത്തേണ്ടടുത്ത് എത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റബോളിക് വേസ്റ്റ്, ഈവൻ പ്രധാനപ്പെട്ട നമ്മുടെ റെസ്പിറേറ്ററി ഗ്യാസസുകൾ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ റെസ്പിറേറ്ററി ഗ്യാസസുകൾ, മെറ്റബോളിക് വേസ്റ്റുകൾ, ന്യൂട്രിയൻസുകൾ, ഹോർമോണുകൾ, ഇതിനെല്ലാം എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് ദ ബോഡി എന്ത് ചെയ്യണം? സർക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതാണ് ഒരു സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ്. എന്തൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇവയാണല്ലോ നമ്മൾ എന്ത് വിളിക്കുക? റെസ്പിറേറ്ററി ഗ്യാസസുകൾ അല്ലേ? റെസ്പിറേറ്ററി ഗ്യാസസുകൾ. ഈ റെസ്പിറേറ്ററി ഗ്യാസസിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. ന്യൂട്രിയൻസ്, ഇലക്ട്രോലൈറ്റുകൾ പറഞ്ഞാൽ ലവണങ്ങൾ, നമ്മൾ സോഡിയം, പൊട്ടാസ്യം, അങ്ങനെയുള്ള ക്ലോറൈഡ്. ദെൻ അമിനോ ആസിഡ്സുകൾ, പ്രോട്ടീൻ പ്രോഡക്റ്റുകൾ, ബ്രേക്ക് ഡൗൺ പ്രോഡക്റ്റുകൾ, ഹോർമോൺസ്. ദെൻ ഈ ബ്ലഡ് സെൽസ് തന്നെ എന്ത് ചെയ്യണം? ഈ നമ്മുടെ ബ്ലഡിൽ കൂടാണ് എന്ത് ചെയ്യുന്നത്? മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഇഞ്ചുറി ഒക്കെ വരുമ്പോഴത്തേക്ക് ബ്ലഡ് സെൽസ് അവിടേക്ക് എത്തപ്പെടണം. ക്ലോട്ടിങ് പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ. അപ്പോൾ നമ്മൾ അതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ? അപ്പോൾ ഇറ്റ് സപ്ലൈസ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ബോഡി സെൽസ്, ഇറ്റ് റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മെറ്റബോളിക് വേസ്റ്റ്, ഇറ്റ് മെയിൻറ്റെയിൻ എ നോർമൽ ബോഡി ഫങ്ഷൻസ്. ഹോമിയോസ്റ്റാസിസ്. എന്താ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ? ബോഡിയിലെ ഒരു
സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നാലും ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു കമ്പോണന്റ് പോലെയും അല്ലെങ്കിൽ ഒരു വസ്തു പോലെ ശരീരത്തെ കൂടാതെ ഒരു ഫാക്ടർ പോലും ശരീരത്തിൽ കൂടാതെ നോർമലിന്ന് കൂടാതെയും നോർമലിന്ന് കുറയാതെയും അങ്ങനെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് ഹോമിയോസ്റ്റാസിസ്. ഇപ്പോൾ അതിൻ്റെ ഈ ഹോമിയോസ്റ്റാസിസ് തന്നെയാണ് നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ചൂട് കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വിയർക്കത്തില്ലേ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറച്ച് എക്സസ് ആയിട്ട് കൂടിയ ചൂടിനെ കുറച്ച് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതേപോലെ തണുപ്പ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫിക്സഡ് ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് താഴുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഷിവർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതെല്ലാം ഒരു തരത്തിലൊരു ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം തന്നെയാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ വാട്ടർ കണ്ടന്റ് കുറയുന്നു അല്ലെങ്കിൽ സോൾട്ട് കോൺസെൻട്രേഷൻ കൂടുന്നു പറയുമ്പോൾ നമുക്ക് വി ഫീൽ ടേസ്റ്റ്, നമുക്ക് ദാഹം തോന്നും അല്ലേ. അപ്പം അതേപോലെ ഈ മഴ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് യൂറിനേറ്റ് ചെയ്യും, പക്ഷേ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. ഇനി വേനൽക്കാലത്താണെങ്കിലോ വേനൽക്കാലത്ത് കൂടുതൽ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, യൂറിനേഷൻ കുറവായിരിക്കും. അതൊക്കെ നമ്മുടെ ബോഡിയിലെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ. അപ്പോൾ ഈ എല്ലാ തരത്തിലുള്ള ഈ ഒരു ബാലൻസിങ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ശരിക്കും ഹോമിയോസ്റ്റാസിസ്. ഒരു ഫാക്ടർ, ഒരു കമ്പോണന്റ്, ഒരു മെറ്റീരിയൽ പോലും നോർമലി നിന്ന് കൂടാതെയോ കുറയാതെയോ അതിനെ ഒരു ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് എന്ത് പറയുക, ഹോമിയോസ്റ്റാസിസ്, ഹോമിയോസ്റ്റാറ്റിക് കണ്ടീഷൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ഏതൊക്കെയാണ്? ഹാർട്ട്, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആയ ബ്ലഡ് ആൻഡ് ലിംഫ്. നമുക്ക് ബ്ലഡ് കൂടാതെ ഒരു ബോഡി ഫ്ലൂയിഡ് ഉണ്ട്, ലിംഫ്. അത് നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. ദെൻ ബ്ലഡ് വെസൽസ്, ഈ ബ്ലഡ് ഒഴുകാനുള്ള ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണ്? ആർട്ടറി, വെയിൻസ്, കാപ്പിലറീസ്. ദെൻ ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ് ഫോർ ദ സർക്കുലേഷൻ ഓഫ് ദ ഫ്ലൂയിഡ് ലിംഫ്. നമ്മുടെ ഫ്ലൂയിഡായ മറ്റൊരു ഫ്ലൂയിഡാണ് ഹ്യൂമൻ്റെ ബോഡിയിൽ ബ്ലഡ് കൂടാതെ ബിസൈഡ്സ് ബ്ലഡ് വി ഹാവ് അനദർ ഫ്ലൂയിഡ് കോൾഡ് ലിംഫ്. ലിംഫ് എന്ന് പറഞ്ഞ് നമുക്ക് മറ്റൊരു ഫ്ലൂയിഡും കൂടെ ഉണ്ട്. ആ ഫ്ലൂയിഡ് ഒഴുകുന്നത് ബ്ലഡ് വെസൽസിൽ കൂടെയുള്ള അതിൻ്റേതായ വെസലുകളുണ്ട് ഒഴുകാൻ. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ്, കാര്യങ്ങൾ, അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നോക്കിയേ, ഫാദർ ഓഫ് ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ അല്ലേ, ബ്ലഡ് സർക്കുലേഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്, പിതാവ് ആരാണ്, രക്തചംക്രമണ വ്യവസ്ഥയുടെ പിതാവ് ആരാണ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ഹാർവേ. ആരാണ്? വില്യം ഹാർവേ. അപ്പം വില്യം ഹാർവേയാണ് ആദ്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്ന ബ്ലഡ് സർക്കുലേഷൻ, ആ ഒരു റൂട്ട് എങ്ങനെയാണ്, ബ്ലഡ് ഹാർട്ട് ചേമ്പേഴ്സിലേക്ക് എങ്ങനെ വരുന്നു, അവിടെ നിന്ന് എങ്ങനെ പോകുന്നു അങ്ങനെയുള്ള ആ ഫുൾ സർക്കുലേഷൻ ആദ്യമായിട്ട് സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത്, ശാസ്ത്രീയമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? വില്യം ഹാർവേ ആണ്. അദ്ദേഹം എന്ത് പറഞ്ഞു? ഹാർട്ടാണ് ആ ബ്ലഡിനെ പമ്പ് ചെയ്ത് വിടുന്ന, ആ പമ്പിങ് ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത് ശരിക്കും ഹാർട്ടാണ്. അവിടെ നിന്ന് ബ്ലഡ് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ്ലി നമ്മുടെ ബോഡിയിലേക്ക് ബ്ലഡ് എന്ത് ചെയ്യുന്നു? സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ആരാണ്? വില്യം ഹാർവേ. അത് സോ വില്യം ഹാർവേ ഈസ് recognized or known as the father of blood circulation. Father of blood circulation ചോദിക്കാം, PSC ഇതിൽ ചോദിച്ചിട്ടുണ്ട്, father of blood circulation. നോക്കേ, നമ്മുടെ ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നേരത്തെ പറഞ്ഞു അല്ലേ, അത് തന്നെയാണ്. ഒന്നും കൂടെ നോക്കൂ, ഏതൊക്കെ? ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, എവിടെ നിന്ന് എങ്ങോട്ട്, എവിടെയാണോ അത് അബ്സോർബ് ചെയ്യപ്പെടുന്ന, ഓരോ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് സ്മോൾ ഇൻഡസ്ട്രിയിലാണ് മെജോറിറ്റി നമ്മുടെ ഡൈജഷൻ എൻഡ് ചെയ്ത് പ്രോഡക്റ്റ് സിമ്പിൾ ഫോമിലോട്ട് ആക്കുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ്, അന്നജം പോലുള്ള ആഹാരത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ഫോമായ ഗ്ലൂക്കോസിലോട്ടാക്കും. ദെൻ അതേപോലെ പ്രോട്ടീനുകളാണെങ്കിൽ അമിനോ ആസിഡ്സോ പെപ്റ്റൈഡ്സോ ഒക്കെ ആക്കി മാറ്റും. ഫാറ്റിൻ്റെ ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ എന്ന് പറയുന്ന ഫോമിലോട്ടാക്കി മാറ്റും. അപ്പോൾ ഈ സിമ്പിൾ ഫോം ഓഫ് ന്യൂട്രിയൻസ്, ആ സിമ്പിൾ ഫോം ഓഫ് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്ന എവിടെ വെച്ചാൽ? നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിൻ, ചെറുകുടലിൽ വെച്ചിട്ട് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് അതെന്ത് ചെയ്യണം? അത് ബ്ലഡ് വഴി ബോഡി ഫ്ലൂയിഡ്സ് ഫിംഗർ ലൈക്ക് പ്രോസസ്സിങ് അറിയാം, ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള വിരൽ പോലെ ഈ കുഴലിനിൽ, നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിൻ്റെ കുഴലിൽ ഇങ്ങനെ വിരൽ പോലെ എക്സ്റ്റൻഷൻ ഉണ്ട്, പ്രോസസ്സുകളുണ്ട്. അതിന് നമ്മൾ എന്ത് പറയും? വില്ല എന്ന് പറയും. അപ്പം ഇവിടെ ഈ
ബ്രേക്ക് ഡൗൺ ആയിട്ട് കിട്ടിയ പ്രോഡക്റ്റുകൾ അല്ലേ, ആ പ്രോഡക്റ്റിലെല്ലാം ഈ വില്ലയിലേക്ക് വന്ന് എന്തിരിപ്പുണ്ട്, ബ്ലഡ് വെസൽസും ലിംഫ് വെസൽസും ഒക്കെ ഈ വില്ലയിലേക്ക് വന്നിരിപ്പുണ്ട്. അവിടേക്ക് ഇത് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് പിന്നെ ഈ ന്യൂട്രിയൻസ് എന്ത് ചെയ്യണം, പല ഭാഗത്തിലേക്ക് പോകണം അല്ലേ. അപ്പോൾ ആ ഒരു ഫംഗ്ഷനും ആരാ ചെയ്യുന്നത്, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റമാണ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ സ്റ്റോറേജ്, ഓക്സിഡേഷൻ മീൻസ് എന്താണ്, ബ്രേക്ക് ഡൗൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ പ്രോസസ്സ് ബൈ യൂസിങ് ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സബ്സ്റ്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് സിംപ്ലി നമ്മൾ എന്ത് പറഞ്ഞാൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡിഷൻ ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കോമ്പൗണ്ടിലെ മോളിക്യൂൾസ് തന്മാത്രകൾ തമ്മിലുള്ള ബോണ്ടുകൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ദെൻ ക്യാരീസ് മെറ്റബോളിക് സിന്തസിസ്, ടിഷ്യൂ കമ്പോണൻസ്, ടിഷ്യൂ ജനറേഷന്, ദെൻ ക്യാരീസ് മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം ടിഷ്യൂസ് ടു എക്സ്ക്രീറ്ററി ഓർഗൻ. അപ്പോൾ ഇങ്ങനെ മെറ്റബോളിസം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്താ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ യുവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളെയും നമ്മൾ എന്ത് പറയും, മെറ്റബോളിസം എന്ന് പറയും. അങ്ങനെ മെറ്റബോളിസം നടക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും, വേസ്റ്റ് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ആ വേസ്റ്റ് പ്രോഡക്റ്റുകളെല്ലാം എന്ത് ചെയ്യണം, എവിടെയാണോ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, വേസ്റ്റ് പ്രോഡക്റ്റുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, അവിടെ നിന്ന് അതിനെ റിലീസ് ചെയ്ത് പുറത്തേക്ക് ബോഡിക്ക് വെളിയിലേക്ക് റിലീസ് ചെയ്ത് പോകേണ്ട എക്സ്ക്രീറ്ററി ഓർഗൻസിലോട്ട് എന്ത് ചെയ്യുക, അവയും കൊണ്ടെത്തിക്കണം. അതും ത്രൂ ഏത് വഴിയാണ് നടക്കുക, സർക്കുലേറ്ററി സിസ്റ്റം വഴി. ഇനി ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് അറിയാം, നമ്മൾ ബ്രീത്തിങ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞതാണ് എന്താണ്, റെസ്പിറേറ്ററി ഗ്യാസസ് ആയ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പോൾ ബ്ലഡിൽ ഡിസോൾഡ് സ്റ്റേജിലും നമ്മൾ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ത്രൂ പ്ലാസ്മ ഫ്ലൂയിഡിൽ കൂടെ, ദെൻ അതുപോലെ ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്തിട്ടും ഓക്സി ഹീമോഗ്ലോബിനായിട്ടും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനും ആരുടെ ഇൻവോൾവ്മെന്റ് വേണം, നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ബ്ലഡ് ആൻഡ് ദ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഇൻവോൾവ്മെന്റ് വേണം. ദെൻ ട്രാൻസ്ഫേഴ്സ് മെറ്റബോളിക് ഇന്റർമീഡിയറ്റ്സ് ഫ്രം വൺ ടിഷ്യൂ ടു അനദർ. ഇനി ചിലപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടായി, പക്ഷെ ആ പ്രോഡക്റ്റ് വേറൊരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസും ബി എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസും ചേർന്ന് സി ആൻഡ് ഡി എന്ന് പറയുന്ന പ്രോഡക്റ്റുകളുണ്ടായി അല്ലേ. ഇപ്പോൾ എയും ബിയും നമ്മൾ എന്ത് പറയാം, റിയാക്റ്റൻസ് എന്ന് പറയാം, സബ്സ്ട്രേറ്റുകൾ എന്ന് പറയും, റിയാക്റ്റൻസ് ഓർ സബ്സ്ട്രേറ്റ് എന്ന് പറയും. അപ്പോൾ ഇവ രണ്ടും ചേർന്ന് സിയും ഡി എന്ന് പറഞ്ഞ രണ്ട് പ്രോഡക്റ്റുകളുണ്ടായി. പക്ഷേ ഈ സിയും ഡിയെ ഉടനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇതിലിപ്പോൾ ഈ പറയുന്ന സി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് വേറൊരു കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ശരീരത്തിൽ മറ്റെവിടെയെങ്കിലും നടക്കുന്ന മറ്റൊരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഈ സിയെ വെച്ചിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ഈ സി വേറെ ഇപ്പോൾ ഇ എന്ന് പറയുന്ന മറ്റൊരു റിയാക്റ്റൻറ്റുമായിട്ട് ചേർന്നിട്ട് വേറൊരു പ്രോഡക്റ്റ് ജി ആൻഡ് എച്ച് എന്ന് പറഞ്ഞ മറ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടാകും. അപ്പം അങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് മറ്റൊരു കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് മാറും, അവിടെ ബാക്കി പ്രോസസ്സ് നടക്കാൻ അതിനാവശ്യമായിട്ട് വരിക. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സൈറ്റിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റിനെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ അതാ പറയുന്നത് ട്രാൻസ്ഫേഴ്സ് മെറ്റബോളിക് ഇന്റർമീഡിയറ്റ്സ് ഫ്രം വൺ ടിഷ്യൂ ടു അനദർ ഫോർ ഫർദർ മെറ്റബോളിസം. എക്സാമ്പിൾ അതിന് ഉദാഹരണമാണ് നമ്മുടെ ലാക്റ്റിക് ആസിഡുകൾ. ബ്ലഡ് ക്യാരീസ് ലാക്റ്റിക് ആസിഡ് ഫ്രം മസിൽസ് ടു ദ ലിവർ ഫോർ ഓക്സിഡേഷൻ. അതെന്താ ലാക്റ്റിക് ആസിഡ് സാധാരണ എങ്ങനെ നമ്മളെ ബ്ലഡിൽ ഫോം ചെയ്യുക, ലാക്റ്റിക് ആസിഡ് നമ്മുടെ അനറോബിക് റെസ്പിറേഷൻ്റെ ഫലമായിട്ട് നമുക്ക് മസിൽ സെൽസിലൊക്കെ എന്ത് ചെയ്യാം, ലാക്റ്റിക് ആസിഡ് അക്യൂമുലേറ്റ്. അതായത് അനറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ആബ്സെൻസിൽ നടക്കുന്ന റെസ്പിറേഷൻ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് അക്യൂമുലേറ്റ് ചെയ്യും. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡിലേക്ക് എത്തപ്പെടുന്ന ഓക്സിജൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓക്സിജൻ ഇല്ലാതെ നമ്മുടെ ഉള്ളിലുള്ള എനർജി പ്രോഡക്റ്റുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യും. അത് നമ്മുടെ ജോയിൻറ്റിലെയും മസിൽ സെൽസിലൊക്കെ എന്ത് ചെയ്യും, അക്യൂമുലേറ്റ് ചെയ്യും. അതാണ് നമുക്ക് മസിൽ ഫാറ്റിക് വരും. കണ്ടിന്യൂസ് ഓടുമ്പോൾ നമുക്ക് ജോയിൻറ്റിലൊക്കെ പെയിൻ വരും, കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമ്പോൾ അല്ലേ. ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് നോക്കൂ, ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ നോക്കൂ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇൻഹെയിൽ ചെയ്യും, കൂടുതൽ ഓക്സിജൻസ് ബ്ലഡിലേക്ക് എത്തപ്പെടും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരത്തെ അക്യൂമുലേറ്റ് ചെയ്ത ലാക്റ്റിക് ആസിഡിനെ അവിടെ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറ്റുക. എവിടേക്ക് കൊണ്ടുപോകും, ലിവർ ആണല്ലോ നമ്മളെ ഡീടോക്സിഫിക്കേഷൻ സ്ഥലങ്ങൾ അല്ലേ. അവിടെ നമുക്ക് ലാക്റ്റിക് ആസിഡിനെ വേറെ പാത്വേയിലോട്ടൊന്ന് ഷട്ടിൽ ചെയ്ത് വിടണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓക്സിഡൈസ് ചെയ്ത് മാറ്റും.
അപ്പം അങ്ങനെ ദെൻ ട്രാൻസ്പോർട്ട്സ് ഹോർമോൺസ് എന്നറിയാലോ, ഇൻഫർമേഷൻ മെസ്സേജ്. നമ്മുടെ ശരീരത്തിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യാൻ 2 സിസ്റ്റമുള്ള അല്ലേ ഒരു ആനിമലിൻ്റെ ബോഡിയിൽ എന്തൊക്കെയാണ്? ഒന്ന് നെർവസ് സിസ്റ്റവും ഒന്ന് ഹോർമോണൽ സിസ്റ്റം, നാഡി വെച്ചിട്ട് നമ്മളെ ബ്രെയിൻ സ്പൈനൽ കോഡ് വഴിയും പിന്നെ നമ്മുടെ ഹോർമോണുകൾ വഴിയും നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി അനൈച്ഛിക പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ആ ഹോർമോണുകൾ നമുക്കറിയാം, ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഏത് ഗ്ലാൻഡാ? എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ്, ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻഡാ. അവരിത് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ പർട്ടിക്കുലർ ഹോർമോണിനെ പുറത്തേക്ക് ഈ ബോഡി ഫ്ലൂയിഡിലോട്ട് അങ്ങ് റിലീസ് ചെയ്യുക. എന്നിട്ട് ത്രൂ ബോഡി ഫ്ലൂയിഡ് ബ്ലഡിൽ ഒഴുകി നടന്ന് ഈ കെമിക്കൽ മെസ്സഞ്ചർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഹോർമോൺസ് എത്തേണ്ട ടാർഗറ്റ് സൈറ്റിലെത്തി ആ ഒരു റിയാക്ഷൻ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഹോർമോണുകളെയും ഈ പറഞ്ഞ മെറ്റബോളിക് ഇൻ്റർമീഡിയറ്റുകളെയും റെസ്പിറേറ്ററി ഗ്യാസസുകളെയും മെറ്റബോളിക് വേസ്റ്റുകളെയും ന്യൂട്രിയൻസിനെ എല്ലാം സർക്കുലേറ്റ് ചെയ്യണം ത്രൂ എവിടെയാണോ ഫോർമേഷൻ സൈറ്റ് അല്ലെങ്കിൽ ജനറേഷൻ സൈറ്റ് ടു അതിനെ യൂട്ടിലൈസിങ് സൈറ്റിലേക്ക് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ത്രൂ ആരാണ്? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റമാണ് അല്ലേ, ത്രൂ സർക്കുലേറ്ററി സിസ്റ്റം. ഇനി നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ 2 ടൈപ്പായിട്ട് പറയാം. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അത് ചോദിക്കുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾസിന് കൂടുതൽ PSC ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താണിത്? ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്താണ്? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ബോഡി ഫ്ലൂയിഡുകൾ ഒഴുകാൻ ഒരു കുഴലിനുള്ളിൽ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ ഒരു വെസലിനുള്ളിൽ കൂടാണ് ആ ബോഡി ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ അവയുടെ ബോഡി ഫ്ലൂയിഡിനെ കൊണ്ട് നടക്കാൻ ക്യാരി ചെയ്യാൻ വെസലുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാ പറയുക? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അതായത് ഇഫ് ആൻ ഓർഗാനിസം ഹാവ് വെസൽസ് ടു ക്യാരി ദർ ബോഡി ഫ്ലൂയിഡ്, അവരുടെ ശരീരത്തിലെ ഈ ബോഡി ഫ്ലൂയിഡ് എന്താണോ, ഇപ്പം നമ്മുടെ ആണെങ്കിൽ നമുക്ക് പറയാം ബ്ലഡും ലിംഫും ആണ്. അപ്പോൾ അത് ഒഴുകാൻ നമുക്ക് ബ്ലഡ് ഒഴുകാൻ ബ്ലഡ് വെസൽസുകളുണ്ട്, ലിംഫ് ഒഴുകാൻ ലിംഫാറ്റിക് വെസൽസുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഹ്യൂമൻ്റെ ഒക്കെ എന്താണ്? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അപ്പോൾ ഓർഗാനിസത്തിനൊപ്പം മനസ്സിലാക്കി വെക്കുക, ഒരു ജീവിക്ക് അവരുടെ ബോഡി ഫ്ലൂയിഡ് എന്ത് തന്നെ ആയിക്കോട്ടെ ആ ബോഡി ഫ്ലൂയിഡ് ഒഴുകുന്നത് ഒരു കുഴലിനുള്ളിൽ വെസലിനുള്ളിൽ കൂടെയാണെങ്കിൽ നമ്മൾ അത് ഏത് ടൈപ്പ് എന്ന് പറയും? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഓർഗാനിസം ഡു നോട്ട് ഹാവ് വെസൽസ് ടു ക്യാരി ദെയർ ബോഡി ഫ്ലൂയിഡ്, അവയാണ് നമ്മൾ പറയുക ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ള ജീവികൾ, ഓർഗാനിസം, അവയുടെ പേരുകൾ ആലോചിക്കുക. ദെൻ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്താണ്, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്താണ്. അപ്പോൾ നോക്കൂ, ഇൻ ദ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ബ്ലഡ് ഡസ് നോട്ട് റിമെയിൻ കൺഫൈൻഡ് വിത്തിൻ ബ്ലഡ് വെസൽസ്. അവരുടെ ബോഡി ഫ്ലൂയിഡായ ബ്ലഡ് ഒഴുക്ക് എന്തിലില്ല? ഡസ് നോട്ട് റിമെയിൻ കൺഫൈൻഡ് വിത്തിൻ ദ ബ്ലഡ് വെസൽസിനുള്ളിൽ കൂടെ അല്ല ഒഴുകുന്നത് അല്ലേ. ബ്ലഡ് ഫ്ലോസ് ഫ്രീലി ത്രൂ ദ ബോഡി ക്യാവിറ്റി, ബോഡിക്കകത്തുള്ള സ്പേസ് ആ ക്യാവിറ്റി സ്പേസുകൾ നമ്മൾ എന്ത് പറയും? ലാക്യുണെ ആൻഡ് സൈനസസ്. ലാക്യുണെന്നും സൈനസസ് എന്നും പറഞ്ഞുള്ള നമ്മളെ ബോഡിക്കകത്തുള്ള സ്പേസ്, ആ സ്പേസിലൂടെ വെറുതെ ഇങ്ങനെ ഇപ്പോൾ ഒരു പൈപ്പൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കിടക്കുവാണെങ്കിൽ വെള്ളം ഇങ്ങനെ ചീറ്റി ഒഴുകി നടക്കില്ലേ, അതേപോലെ ലാക്യുണ ആൻഡ് സൈനസസ് ഓപ്പൺ സ്പേസസ് വഴി ബോഡി ഫ്ലൂയിഡ് എല്ലാ ഇന്റേണൽ ഓർഗൻസിനെ എല്ലാ സ്ഥലത്തൂടെയും ബാത്ത് ചെയ്തിട്ട് ഇങ്ങനെ ഒഴുകി നടക്കും. ആ ഒരു ടൈപ്പാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ ഏത് വഴിയാണോ ആ ബോഡി ഫ്ലൂയിഡ് ഒഴുകുന്നത്, ആ ഒരു ബോഡി ക്യാവിറ്റി, ആ ഒരു ക്യാവിറ്റി ഏത് സ്പേസിൽ കൂടാണോ, ഒരു പ്രത്യേക ഇവർക്ക് വെസലില്ല, പക്ഷേ ആ ഒരു സ്പേസ് ഏത് ഏരിയ കൂടെയാണോ ആ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് അതിന് നമ്മൾ എന്ത് പറയും? ഹീമോസീൽ എന്ന് പറയും. ഹീമോസീൽ, ആ ബോഡി ഫ്ലൂയിഡിന് നമ്മൾ എന്ത് പറയും? ഹീമോസീൽ. സീൽ എന്ന് പറഞ്ഞാൽ സീലോം എന്നൊക്കെ പറഞ്ഞ ബോഡി ക്യാവിറ്റിയാണ്. ആ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് പറയും? ഹീമോ ലിംഫ്. ബ്ലഡ് എന്ന് പറയത്തില്ല. അങ്ങനെ അത് ലോവർ ആനിമൽസിന്റെ കേസിലാണ്. അത് നോക്കൂ, ആരുടെയൊക്കെ പ്രോൺസ്, ഇൻസെക്ട്സ്, മൊളസ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഷെല്ലുള്ള, നമ്മളെ കക്കകളൊക്കെ ഇല്ലേ, ഷെല്ലുള്ള പുറന്തോടുള്ള ജീവികളാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ്. ഏറ്റവും കൂടുതൽ ജീവികൾ കാണപ്പെടുന്നത് ഏതിലാണ്?
ആർത്രോപോഡയാണ്. നമ്മൾ ഇൻസെക്ട്സ് ഒക്കെ വരുന്ന ഷഡ്പദങ്ങളൊക്കെ വരുന്ന ഗ്രൂപ്പാണ്. ലാർജസ്റ്റ് ഫൈലം. അതിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ് മൊളസ്ക. ഷെൽഡ് ആയിട്ടുള്ള നമ്മൾ പുറന്തോടുള്ള ജീവികൾ കാണുന്നത്, കക്കകൾ ഒക്കെ. അപ്പോൾ ഇവരുടെ എല്ലാം പ്രോണ്, ഇൻസെക്ട്സ്, മൊളസ്ക്. അപ്പോൾ ഇവരുടെ എല്ലാം ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ്. അപ്പോൾ ഇവരുടെ ബോഡി ഫ്ലൂയിഡിനെ നമുക്ക് ബ്ലഡ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല, ഹീമോലിംഫ് എന്ന് വിളിക്കാം. കാരണം ദിസ് ഹീമോലിംഫ് ഫ്ലോസ് ത്രൂ ഓപ്പൺ സ്പേസസ് ലൈക്ക് ലാക്കുണ ആൻഡ് സൈനസസ്, അല്ലെങ്കിൽ ഹീമോസിൽ അല്ലേ, ഒരു ഓപ്പൺ സ്പേസിൽ കൂടെ, ബോഡിക്കകത്തുള്ള ഓപ്പൺ സ്പേസിൽ കൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് അവരുടെ ആ ബോഡി ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരെന്താ? ഹീമോലിംഫ്. This type of circulatory system is found many advanced invertebrates, നട്ടലില്ലാത്ത വെർട്ടിബ്രേറ്റ് ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ ശരീരത്തിലാണ് ഈ പറഞ്ഞ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം കാണുന്നത്. നോക്കൂ, നെക്സ്റ്റ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. മനുഷ്യന്റെ ശരീരത്തിലൊക്കെയുള്ള സർക്കുലേറ്ററി സിസ്റ്റം നോക്കൂ. അപ്പോൾ മനുഷ്യന്റെ ഒക്കെ ആണെങ്കിൽ അറിയാലോ, നമുക്ക് എന്തുണ്ട്? വി ഹാവ് എ ബ്ലഡ് വെസൽസ് ടു ക്യാരി അവർ ബോഡി ഫ്ലൂയിഡ്, ബ്ലഡ് ആൻഡ് ലിംഫാറ്റിക് വെസൽസ് ടു ക്യാരി ദ ബോഡി ഫ്ലൂയിഡ്. ലിംഫ് ഒഴുകാൻ നമുക്ക് ലിംഫാറ്റിക് വെസലുകളുണ്ട്, ബ്ലഡ് ഒഴുകാൻ ബ്ലഡ് വെസൽസും ഉണ്ട്. അപ്പോൾ ഇൻ ദ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ബ്ലഡ് റിമെയിൻസ് കൺഫൈൻഡ് വിത്തിൻ ദ ബ്ലഡ് വെസൽസ്. ബ്ലഡ് ഫ്ലോസ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ആർട്ടറി, വെയിൻസ് ആൻഡ് ബ്ലഡ് കാപ്പിലറീസ്. ഒരുപാട് ബ്ലഡ് വെസലുകൾ, ആർട്ടറി, വെയിനുകൾ, ബ്ലഡ് കാപ്പിലറി, ഇതിനെപ്പറ്റിയുള്ള കമ്പാരിസൺ നമ്മൾ താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല ടൈപ്പ് കുഴലുകളുണ്ട് നമുക്ക്. ഓരോ ടൈപ്പ് ഓഫ് ബ്ലഡിനെ, ഡീഓക്സിജനേറ്റഡ്, അൺഓക്സിജനേറ്റഡ് ഓർ ഇംപ്യൂർ ഓർ പ്യുവർ ബ്ലഡിനെയൊക്കെ, ശുദ്ധരക്തത്തിനെയും അശുദ്ധരക്തത്തിനെയും ഒക്കെ വേറെ വേറെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പ്രത്യേകം കുഴലുകളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സർക്കുലേറ്ററി സിസ്റ്റമാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ ആർട്ടറി എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് താഴെ സ്ലൈഡിലുണ്ട്. അപ്പോൾ ആർട്ടറി എന്ന് പറയുന്നത് നോർമലി ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാ, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ബ്ലഡ് വെസലുകളാണ് എന്ത്? ആർട്ടറി. എക്സെപ്ഷൻസ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ, എക്സെപ്ഷൻസിനെ പറ്റി പറയാം. ഇപ്പോൾ ആർട്ടറി ജനറലി എന്താണ്? ആർട്ടറി ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഈ ആർട്ടറി എന്ന് പറഞ്ഞ രക്തക്കുഴലുകളിൻ്റെ തന്നെ ചെറിയ ഡയമെൻഷൻ, മൈന്യൂട്ടായിട്ടുള്ള വെസലുകളെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആർട്ടീരിയോൾസ് എന്ന് പറയും. ആർട്ടറിയുടെ തന്നെ ഫൈൻ ഡക്റ്റുകളെ, ആർട്ടറിക്ക് ഒരു ഡയമെൻഷൻ ഉണ്ടെങ്കിൽ അതിലും ചെറിയ നാരോ ആയിട്ട് പോകുന്ന ഫൈൻ ഡക്റ്റുകളെ, ബ്രാഞ്ചസ് നമ്മൾ എന്ത് പറയും? ആർട്ടീരിയോൾസ്. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുക, ആർട്ടീരിയോൾസ് എന്ന് പറയും. ഇനി വെയിൻ നോർമലി ജനറലി നമ്മളെ വെയിൻ ഡക്റ്റുകൾ എന്തിനെ ക്യാരി ചെയ്തത്? ഡീഓക്സിജനേറ്റഡ്, ഓക്സിജൻ കുറവുള്ള, ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ടുണ്ട്. അവിടെയും എക്സെപ്ഷൻസ് ഉണ്ട് പറയാം. അപ്പം ഈ വെയിനിൻ്റെ തന്നെ ചെറിയ ഡയമെൻഷൻസ് കുറഞ്ഞു വരുന്ന ചെറിയ മൈന്യൂട്ട് ഡക്റ്റുകളെ നമ്മൾ എന്ത് പറയും? ആ ഒരു ഏരിയ എത്തുമ്പോൾ നമ്മൾ അവയെ മെൻഷൻ ചെയ്യുന്നത് വെന്യൂൾസ് എന്ന് പറയും. എന്ത് പറയും? വെന്യൂൾസ്. അപ്പോൾ ഈ ആർട്ടീരിയോൾസും വെന്യൂൾസും ഒക്കെ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഇന്റർ കണക്ട് ചെയ്ത് നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യും. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസിന്റെ നമ്മൾ പറയുന്ന പേരാണ് കാപ്പിലറീസ് എന്ന് പറയും. കാപ്പിലറീസ്. അപ്പോൾ കാപ്പിലറീസ് എന്ന് പറഞ്ഞപ്പോൾ ആർട്ടറിയുടെ ചെറിയ ഡക്റ്റുകളെ ആർട്ടറി പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഫൈൻ ഡക്റ്റുകളായിട്ട് മാറും. അവയെ നമ്മൾ എന്ത് പറയും? ആർട്ടീരിയോൾസ്. വെയിൻസിന്റെ കുറച്ചും കൂടെ ചെറിയ നാരോ ട്യൂബ്സിനെ നമ്മൾ പറയും എന്താ? വെന്യൂൾസ്. ഈ വെന്യൂൾസും ആർട്ടീരിയോൾസും ഒക്കെ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇന്റർ കണക്ട് ചെയ്യും. അവിടെ കൂടുതലായിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ എന്ത് പറയും? ആ ഒരു നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ്, ആർട്ടീരിയോൾസ് ആൻഡ് വെന്യൂൾസ്. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ എന്താ പറയുക? കാപ്പിലറി നെറ്റ്വർക്ക് എന്ന് പറയും. കാപ്പിലറീസ് എന്ന് പറയും. അപ്പോൾ നോക്കി, ആർട്ടറീസിന് കുറച്ചും കൂടെ തിക്ക് ഇലാസ്റ്റിക് ആൻഡ് മസ്കുലർ വാൾസുകളുണ്ട്. അതിൻ്റെ രക്തക്കുഴലിൻ്റെ പുറംപാളി എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിൻസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കട്ടി കൂടിയതായിരിക്കും. ദെൻ ആർട്ടീരിയൽ വാളിനെയുള്ള 3 സറൗണ്ട് ചെയ്തിട്ടുള്ള, ചുറ്റപ്പെട്ടിട്ടുള്ള 3 മെംബ്രെയിനുകളുടെ പേരാണ് ട്യൂണിക്ക എസ്റ്റേണ, ഇങ്ങോട്ട് എഴുതാവേ, ട്യൂണിക്ക
എക്സ്റ്റേണ, ടൂണിക്ക എക്സ്റ്റേണ. ഏതൊക്കെയാ? ടൂണിക്ക എക്സ്റ്റേണ, ടൂണിക്ക മീഡിയ, ടൂണിക്ക ഇന്റേണ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വേണമെങ്കിൽ ഈ പറയുന്ന മെംബ്രെയിനുകൾ ഏത് ബ്ലഡ് വെസലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊന്ന് വേണമെങ്കിൽ ചോദിക്കുക, റിലേറ്റ് ചെയ്യുന്നത്. ആർട്ടറിയുടെ വോളേഴ്സുകളാണ് ആർട്ടറിയുടെ വോളേഴ്സുകളാണ് ടൂണിക്ക എക്സ്റ്റേണ. നടുക്കുള്ളത് മീഡിയ, മിഡിലുള്ളത് മീഡിയ, അങ്ങനെ ആലോചിക്കാം. ടൂണിക്ക ഇന്റേണ, അകത്ത് ടൂണിക്ക ഇന്റേണ. അപ്പോൾ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഇത് കാപ്പിലറീസ് ആർ എക്സ്ട്രീംലി ഫൈൻ ആൻഡ് തിൻ ബ്ലഡ് വെസൽസ്. അപ്പൊ കാപ്പിലറി നെറ്റ്വർക്കിലെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ തിക്നെസ് വളരെ കുറവായിരിക്കണം, എങ്കിൽ ഡിഫ്യൂഷൻസ് വഴി കാർബൺ ഡയോക്സൈഡും ഓക്സിജനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റൂ, ആ ടിഷ്യൂ ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സ്ഥലങ്ങളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ കാപ്പിലറീസ് ഒരുപാട് ഈ പറയുന്ന വെയിൻസിന്റെ ബ്ലഡും വെന്യൂൾസ് വഴി വരുന്ന ബ്ലഡും ആർട്ടീരിയോൾസ് വഴി വരുന്ന ബ്ലഡും മിക്സ് ആവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ ഡയമെൻഷൻ തിക്നെസ് വളരെ കുറഞ്ഞിരിക്കണം. ഡിഫ്യൂഷൻ വഴിയാണ് ഗ്യാസ് എന്ത് ചെയ്യുക, ഡിഫ്യൂസ് ചെയ്ത് കയറുക. അപ്പോൾ കാപ്പിലറീസ് ആർ എക്സ്ട്രീംലി ഫൈൻ ആൻഡ് തിൻ ബ്ലഡ് വെസൽസ്. ദ വാൾ ഓഫ് ഈച്ച് കാപ്പിലറി ഈസ് മേഡ് അപ്പ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് എൻഡോത്തീലിയസ് സെൽസ്. അപ്പോൾ കാപ്പിലറി ട്യൂബുകൾ, കാപ്പിലറി നെറ്റ്വർക്കിന്റെ വോളേഴ്സിൽ ഒരു സിംഗിൾ ലെയറേ ഉള്ളൂ. നമ്മൾ ആർട്ടറീസിന് 3 ലെയർ പറഞ്ഞത്, ടൂണിക്ക എക്സ്റ്റേണ, ടൂണിക്ക മീഡിയ, ടൂണിക്ക ഇന്റേണ എന്ന് പറഞ്ഞ 3 പാളികൾ കൊണ്ടാണ് ആർട്ടറീസിന്റെ വോള് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ കാപ്പിലറീസിൻ്റെത് വളരെ തിന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. കാര്യം റെസ്പിറേറ്ററി ഗ്യാസസുകളുടെ എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു സിംഗിൾ ലെയർ ഓഫ് കവറിങ്ങേ ഉള്ളൂ, മേഡപ്പ് ഓഫ് ഏത് എൻഡോത്തീലിയൽ സെൽസ്. മസിൽ ഫൈബേഴ്സും ഇലാസ്റ്റിക് ഫൈബേഴ്സും പ്രോട്ടീൻ ഫൈബേഴ്സുകളൊക്കെ കാപ്പിലറി വോൾസിൽ ആബ്സെന്റ് ആണ്. Then capillaries are highly permeable to water and small മാക്രോമോളി. വളരെ സൈസ് കുറഞ്ഞ ചെറിയ മോളിക്യൂൾസിനെ എന്ത് ചെയ്യും, മാക്രോമോളിക്യൂൾസിന്. മാക്രോ എന്ന് പറയുമ്പോൾ ലാർജ് ആണ്, എങ്കിലും വളരെ ചെറിയ മാക്രോമോളിക്യൂൾസിനെ സെലക്റ്റീവായിട്ട് എന്ത് ചെയ്യും, കടത്തിവിടും. അതേപോലെ വെള്ളത്തിന് കാപ്പിലറി നെറ്റ്വർക്കിന്റെ മെമ്പറിൻ കടത്തി. പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഉള്ളിലേക്കും പുറത്തേക്കും കടത്തിവിടുന്നത് അല്ലെങ്കിൽ കടന്നു പോകുന്നതിൻ്റെ ഉള്ള നിയന്ത്രണമാണ്. അപ്പോൾ ചില മെമ്പറൈനുകൾ നമ്മൾ ഈ സെൽ മെമ്പറൈൻ, കോശത്തിൻ്റെയൊക്കെ ആവരണം പഠിക്കുന്ന സമയത്ത്, പ്ലാസ്മ മെമ്പറൈനൊക്കെ പഠിക്കുന്ന, കോശസ്തരമൊക്കെ പഠിക്കുന്ന സമയത്ത് പറയും അവിടെ സെമി പെർമിബിൾ മെമ്പറൈൻ ആണെന്ന് പറയും അല്ലേ. അതായത് സെലക്ട് ചെയ്ത് പെർമിബിൾ മെമ്പറൈൻ സെലക്ട് ചെയ്ത് ചില മെറ്റീരിയൽസിനെ മാത്രം അകത്തോട്ടും ചില മെറ്റീരിയൽസിനെ മാത്രം പുറത്തോട്ടും വിടുന്ന മെമ്പറൈൻ. ചിലത് ഫ്രീലി പെർമിബിൾ ആയിട്ടുള്ള മെമ്പറൈനുകളുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ മെറ്റീരിയൽസിനും അകത്തോട്ടും പോകും, അകത്തുനിന്ന് പുറത്തോട്ടും പോകും. ചില സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ചില മെമ്പറൈനുകൾ എന്ന് പറഞ്ഞാൽ ഇംപെർമിബിൾ എന്ന് പറഞ്ഞാൽ ഒന്നിനെ അകത്തോട്ടും വിടത്തില്ല, പുറത്തോട്ടും വിടത്തില്ല. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ കാപ്പിലറിയുടെ മെമ്പറൈൻ പെർമിബിൾ ആണ്. എന്തിനെയൊക്കെ, വാട്ടറിനെ, സ്മോൾ മൈക്രോമോളിക്യൂൾസ്. ദെൻ അതുപോലെ കാപ്പിലറീസിൽ നടക്കുന്ന ന്യൂട്രിയൻസ്, റെസ്പിറേറ്ററി ഗ്യാസസ്, മെറ്റബോളൈറ്റ്സ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ബോഡി ടിഷ്യൂ ത്രൂ കാപ്പിലറി. അപ്പോൾ ഇത്രയും വസ്തുക്കളുടെ എന്താ പറയുക, ട്രാൻസ്പോർട്ട്, എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത് ഏത് സ്ഥലത്ത് വെച്ചാട്ടാ, കാപ്പിലറീസ്. അപ്പം വേണമെങ്കിൽ ചോദിക്കാം, കാപ്പിലറീസ്. നെയിം ദ ബ്ലഡ് വെസൽസ്, നെയിം ദ type of blood vessels through which the exchange of nutrients, respiratory gases, metabolites and other substances takes place. ഏതാണ് കാപ്പിലറീസ് ആണ് അല്ലേ, കാപ്പിലറീസ്. അപ്പോൾ ഓൾടുഗദർ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം കാണുന്നത് എന്താണ്, ഹയർ ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ കേസിലും നമ്മുടെ വെർട്ടിബ്രേറ്റ്സിന്റെ കേസിലും. അതൊക്കെ അനലിഡ്സ്, സെഫാലോപോഡ്സ് പോലുള്ള കുറച്ച് ഹയർ നട്ടലുള്ള ജീവികളിൽ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ക്യാരക്ടറുള്ള അനലിഡ്സ്, സെഫാലോപോഡ്സും പിന്നെ എല്ലാ വെർട്ടിബ്രേറ്റ്സ് നട്ടലുള്ള ജീവികൾ, വെർട്ടിബ്രൽ കോളം, ബാക്ക് ബോൺ ഉള്ള അവരുടെ എല്ലാം സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഏതാണ്, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. നോക്കൂ, ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ബ്രീഫാക്കി വെച്ചേക്കാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എക്സാമ്പിൾസ്, പിന്നെ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് ഫ്ലോസ് ത്രൂ ലാർജ് ഓപ്പൺ സ്പേസസ് ആൻഡ് ചാനൽസ് കോൾഡ് ലാക്വണ ആൻഡ് സൈനസസ് ഇൻ ദ ടിഷ്യൂ. അവിടെയാണെങ്കിലോ ത്രൂ ബ്ലഡ് വെസൽസ്, ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറി പോലുള്ള ബ്ലഡ് വെസൽസ് കൂടെയാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് ഒഴുകുക. ഇവിടെയാണെങ്കിൽ ടിഷ്യൂ എന്ത് ചെയ്യും, ഡയറക്റ്റ് ബ്ലഡ് വെസൽ ഇല്ലാത്തത് കൊണ്ട് ആ ഒഴുകുന്ന ബ്ലഡ് ടിഷ്യൂസും തങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്റ്റാണ്. ഇവിടെ അങ്ങനെ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട്, ഡസ് നോട്ട് ഹാവ് എ ഡയറക്റ്റ് കണക്ഷൻ.
ഇവിടെ വളരെ സ്ലോയിലായിരിക്കും. അതായത് നമ്മുടെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് ആണെങ്കിലും ഹീമോലിംഫ് ആണെങ്കിലും ആ ബോഡി ഫ്ലൂയിഡ് ഒഴുകുന്ന വളരെ സ്ലോ പേസിലായിരിക്കും. വളരെ ലോ പ്രഷർ ഉള്ളതുകൊണ്ട് വളരെ സാവധാനത്തിലാണ് ഒഴുകുന്നത്. ഇവിടെ നമ്മുടെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഒഴുക്കെന്ന് പറയുന്നത് ഇച്ചിരി സ്പീഡിലാണ്. ഹൈ പ്രഷർ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹൈ പ്രഷർ നമ്മുടെ ഹാർട്ട് ഒരു പമ്പിങ് ഓർഗനായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നില്ല. അതേപോലെ ഇവിടെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഈ പറഞ്ഞ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസും ന്യൂട്രിയൻസും ഡയറക്റ്റ് ബ്ലഡും ആ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന ടിഷ്യൂസും തമ്മിൽ ഡയറക്റ്റ് എക്സ്ചേഞ്ചാണ്. ഇവിടെ ആണെങ്കിലോ നമ്മുടെ ഇൻ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമ്മുടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആൻഡ് ന്യൂട്രിയൻസ് ഏത് വഴിയാ ക്യാപ്പിലറി ഭാഗം എത്തുമ്പോൾ, അതായത് നമുക്കറിയാം ആർട്ടീരിയൽസും വെന്യൂൾസും ഒക്കെ ചേരുന്ന ക്യാപ്പിലറി നെറ്റ്വർക്ക് റീജിയനിൽ എത്തുമ്പോൾ അവിടെ ഈ പറഞ്ഞ ന്യൂട്രിയൻസും ഗ്യാസസും എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. ദെൻ ലെസ് എഫിഷ്യൻ്റ് ആണ്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം അറിയാം, ലെസ് എഫിഷ്യൻ്റ് ആണ് ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ കേസിലാണ്. അവിടെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബ്ലഡിൻ്റെ ഫ്ലോ ഒഴുക്കിനെ നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല. മോസ്റ്റ് ആർത്രോപോഡ്സിന് ഞാൻ പറഞ്ഞു ലാർജസ്റ്റ് ഫൈലമാണ് അല്ലേ, ലാർജസ്റ്റ് ഫൈലം, ഏറ്റവും കൂടുതൽ ജീവികൾ കാണുന്ന ഫൈലം ഏതാണെന്ന് ചോദിച്ചാൽ ആർത്രോപോഡ്സ്. കാര്യം ഇൻസെക്ട്സുകളാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ജീവികളുള്ളത് ഇൻസെക്ട്സ് ഗ്രൂപ്പാണ്. അത് ഏത് ഫൈലത്തിൽ വരുന്നതാണ്? ആർത്രോപോഡ്. അപ്പോൾ ലാർജസ്റ്റ് ഫൈലം ഏതാണ്? ആർത്രോപോഡ. ഞാൻ ഇത് ഇവിടെ എത്തിയപ്പോൾ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ദെൻ മൊളസ്ക എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ് കേട്ടോ. സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം. നമ്മുടെ മൊളസ്ക എന്ന് പറഞ്ഞാൽ ഷെൽഡ് ഓർഗാനിസംസ്, കക്കകളൊക്കെ വരുന്നത്. ദെൻ ഇവിടെ റെസ്പിറേറ്ററി പിഗ്മെന്റ് റെസ്പിറേറ്ററി പിഗ്മെന്റ് സാധാരണ കാണാറില്ല. ആരുടെ കേസിൽ? ഈ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഉള്ള ഫ്ലൂയിഡിൽ റെസ്പിറേറ്ററി സിസ്റ്റം കാണില്ല, നോർമലി ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ ഇഫ് പ്രസന്റ് ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ ഫ്ലൂയിഡ്, ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ടായ പ്ലാസ്മ, നമ്മൾ അതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫ്ലൂയിഡ് പാർട്ടായ പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ടാണ്. RBC റെഡ് ബ്ലഡ് സെൽസുകളില്ല. ഇവിടെയാണെങ്കിൽ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം നോക്കിയാൽ ഹയർ ഇൻവെർട്ടിബ്രേറ്റ്സ് ആയ എക്കൈനോഡേംസ്, ആനലിഡ്സ്, സെഫാലോപോഡ്സ്, ദെൻ ചില മൊളസ്ക് ആൻഡ് ഓൾ വെർട്ടിബ്രേറ്റ്സ്, എല്ലാ വെർട്ടിബ്രേറ്റ്സ്, ബാക്ക് ബോൺ ഉള്ള വെർട്ടിബ്രേറ്റ് ആരൊക്കെയാണ്? നട്ടലുള്ള ജീവികൾ ആരൊക്കെയാ? പിസസ് എന്ന് പറഞ്ഞാൽ ഫിഷ് കേട്ടോ, പിസസ്. ദെൻ ആംഫീബിയൻസ്, നമ്മൾ ഫ്രോഗ് ഒക്കെ വരത്തില്ലേ, ആംഫീബിയൻസ് ഉഭയജീവികൾ, ആംഫീബിയൻസ്. റെപ്റ്റൈൽസ് ഉരകങ്ങൾ, എഴഞ്ഞെഴഞ്ഞു പോകുന്ന റെപ്റ്റൈൽസ്. ദെൻ ഏവ്സ് എന്ന് പറഞ്ഞാൽ പക്ഷികൾ, ഏവ്സ്. ദെൻ മാമൽസ്, സസ്തനികൾ. അപ്പോൾ ഇവരെയാണ് ഏത് വെർട്ടിബ്രേറ്റ്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം സർക്കുലേറ്ററി സിസ്റ്റം ഏത് ടൈപ്പ് ആയിരിക്കും? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി പിഗ്മെന്റ് ഉണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ റെസ്പിറേറ്ററി പിഗ്മെന്റ് അറിയാലോ, RBCക്കുള്ളിൽ റെഡ് ബ്ലഡ് സെൽസ്, RBCയിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട്. ദെൻ സം ആനിമൽസ് ഇറ്റ് ഈസ്, ചില ജീവികളിൽ പ്ലാസ്മയിൽ ഡിസോൾവ് ആയിട്ട് കാണാറുണ്ട്. അപ്പം നോക്കൂ, ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കൊന്ന് ഓർമ്മയിലിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഫിഗറാണ് സർക്കുലർ സിസ്റ്റം, ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും അല്ലേ. ഓപ്പൺ ടൈപ്പ് ആണെങ്കിൽ അറിയാമല്ലോ, ഓപ്പൺ സ്പേസിൽ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ബോഡി ഫ്ലൂയിഡ്സ് ഒഴുകുന്നത്. അത് ആരിലൊക്കെയാണ് എന്നുള്ളതാണ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്.